നമ്മുടെ 10 ഡേ വൊക്കാബുലറി ചലഞ്ച് എന്ന് പറയുന്ന ഈ സീരീസിലെ 7ാമത്തെ പാർട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഡേ 7. ഓക്കെ, അപ്പോൾ ഈ ഡേ 7 നമ്മൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കളക്റ്റീവ് നൗൺസിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 20 ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 18 മാർക്ക് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട് അവർ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവാണ്. എന്നാൽ അതിൽ കുറഞ്ഞ മാർക്ക് കിട്ടുന്നവർ നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഈ ടോപ്പിക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്കും അതുപോലെ തന്നെ SSC, ബാങ്ക് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് കാണുന്നത് പോലെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് എ ഗ്രൂപ്പ് ഓഫ് വോൾസ് അല്ലെ? ഇപ്പം വൂൾഫിന്റെ ഗ്രൂപ്പിന് നമുക്ക് എന്ത് പറയാം? സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ, പാക്ക് എന്ന് പറയാൻ പറ്റുമോ, സ്ട്രിങ് എന്ന് പറയാൻ പറ്റുമോ, ട്രെയിൻ എന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് വൂൾസ് എന്ന് പറയുമ്പോൾ? നിങ്ങളുടെ ആൻസർ നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക. നമ്മളിവിടെ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാം. ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ആണ്. പാക്ക്, ഇതാണ് കറക്റ്റ് ആൻസർ. എ പാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുക. അടുത്ത് എന്താണ് നോക്കുക, എ ബഞ്ച് ഓഫ് കോട്ടൺ ഓർ വൂൾ. കോട്ടന്റെ അല്ലെങ്കിൽ വൂളിന്റെ ബഞ്ചിന്, കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? ബ്ലോക്ക് എന്ന് പറയാൻ പറ്റുമോ, ബീം എന്ന് പറയാൻ പറ്റുമോ, ബാരേജ് എന്ന് പറയാൻ പറ്റുമോ, ബെയിൽ എന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? ബ്ലോക്ക് ആണോ, ബീം ആണോ, ബാരേജ് ആണോ, ബെയിലാണോ? ഏതാണ്? ബെയിലാണ്. എ ബെയിൽ ഓഫ് കോട്ടൺ ഓർ വൂൾ എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികളുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ, യൂണിയൻ എന്ന് പറയാൻ പറ്റുമോ, ട്രെയിൻ എന്ന് പറയാൻ പറ്റുമോ, ത്രോങ് എന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? യൂണിയൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യൂണിയൻ എന്ന് പറയാം. തൊഴിലാളി യൂണിയൻ എന്ന് പറയത്തില്ലേ? അപ്പൊ അതാണ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, ആണ് യൂണിയൻ. അടുത്ത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ഓർ ലേൺഡ് മെൻ. ചിന്തകരുടെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ, അവരുടെ ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ടീം എന്ന് പറയാൻ പറ്റുമോ, സിൻഡിക്കേറ്റ് എന്ന് പറയാൻ പറ്റുമോ, അതോ സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ, സ്ക്വാഡ് എന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ഓർ ലേൺഡ് മെൻ. ഏതായിരിക്കും? സ്കൂളാണ്. സ്കൂൾ, ഇതാണ് കറക്റ്റ് ആൻസർ. എ സ്കൂൾ ഓഫ് തിങ്കേഴ്സ് ഓർ ലേൺഡ് മെൻ ആണ് നമുക്ക് പറയേണ്ടിരിക്കുന്നത്. അപ്പം കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ സ്കൂളാണ്. അടുത്ത് നമുക്ക് നോക്കാം, എ ഗ്രൂപ്പ് ഓഫ് ആൻസ്. ആൻസിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം? എന്ത് നമുക്ക് പറയാൻ പറ്റും? എ ഗ്രൂപ്പ് ഓഫ് ആൻസ് നെസ്റ്റ് ആണോ, കോളം ആണോ, ബെവി ആണോ, ആമി ആണോ? ഏതായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് ആൻസ്? നമുക്കറിയാം ഏതാണ്? ആമി. ആമി ഓഫ് ആൻസ് എന്നാണ് പറയുക. നേരത്തെ എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. പാക്ക് ആണോ, മസ്റ്റർ ആണോ, പാനൽ ആണോ, കോപ്സ് ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ഏതായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്? പാനലാണ്. എ പാനൽ ഓഫ് ജഡ്ജസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അടുത്ത നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് പപ്പീസ്, കിറ്റൻസ്, പിഗ്ലെറ്റ്സ്. ഇതിന്റെ എല്ലാം ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിറ്റർ എന്നാണോ, ലീഷ് ആണോ, പാക്ക് ആണോ, കോളനി ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് പപ്പീസ് അല്ലെങ്കിൽ കിറ്റൻസ്, പിഗ്ലെറ്റ്സ്. ഏതായിരിക്കും?
ലിറ്റർ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം, എ ഗ്രൂപ്പ് ഓഫ് ഫ്ലാറ്റ്സ്. ഫ്ലാറ്റുകളുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ബീമാണോ, ബ്ലോക്ക് ആണോ, ബാച്ച് ആണോ, ആൽബം ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് ഫ്ലാറ്റ്സ് ബ്ലോക്ക് ആണ്. എ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് എന്നാണ് പറയുക. അടുത്ത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് ക്യാമൽസ്. ക്യാമൽസിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷോൾ എന്ന് വിളിക്കാൻ പറ്റുമോ, നെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ, ട്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ, കാരവൻ എന്ന് വിളിക്കാൻ പറ്റുമോ? എ ഗ്രൂപ്പ് ഓഫ് ക്യാമൽസ്. ക്യാമൽസിന്റെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഷോൾ ആണോ, നെസ്റ്റ് ആണോ, ട്രൂപ്പ് ആണോ, കാരവൻ ആണോ? ഏതായിരിക്കും? കാരവൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ് ഓർ തീവ്സ്. എ ഹോസ്റ്റ്, ക്രൗഡ്, ഗ്യാങ്, ബാൻഡ്. ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ് ഓർ തീവ്സ്. ഗ്യാങ് ആണ്. എ ഗ്യാങ് ഓഫ് റോബേഴ്സ് ഓർ തീവ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്. ഇതായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്. നമുക്കറിയാവുന്ന ഏതായിരിക്കും? ക്രൂ ആണ്. ക്രൂ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ക്രൗഡ് ആണ്. ക്രൗഡ്. അടുത്തത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? പെയിൽ, ബാച്ച്, ബ്ലോക്ക്, ബൊക്കെ. ഏതായിരിക്കും? ബൊക്കെയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് ലയൺസ്. പ്രൈഡ് ആണോ, ടീമാണോ, ഷോൾ ആണോ, ഹൈവ് ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് എന്ന് പറയുമ്പോൾ പ്രൈഡ് ആണ്. ഇതാണ് പ്രൈഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. റെപ്രസെന്റേറ്റീവ്സിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെലിഗേഷൻ, കോൺഗ്രസ്, കോപ്സ്, കൗൺസിൽ. ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ഏതായിരിക്കും എ ഗ്രൂപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്? ഡെലിഗേഷൻ ആണ്. ഇതാണ് ഡെലിഗേഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസൻസ് ഓർ ട്രേഡ്സ്മാൻ. എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസൻസ് ഓർ ട്രേഡ്സ്മാൻ. ഏതായിരിക്കും? ഗ്യാങ് ആണോ, ഗ്യാതറിംഗ് ആണോ, പാക്ക് ആണോ, ഗിൽഡ് ആണോ? ഏതായിരിക്കും? ഗിൽഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. കമ്പനി ആണോ, ക്ലിക്ക് ആണോ, ക്ലാസ് ആണോ, ഫയർ ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. ഏതായിരിക്കും? കമ്പനി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ്. നമുക്കെന്താ പറയാം? കോപ്സ് ആണോ, ബറ്റാലിയൻ ആണോ, ക്വയർ ആണോ, ബേബി ആണോ? ഏതായിരിക്കും? ബേബി ആണ്. ബേബി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, എ ഗ്രൂപ്പ് ഓഫ് ഗീസ്. എന്തായിരിക്കും? കോളമാണോ, ഡ്രോവ് ആണോ, ഗാഗിലാണോ, ബ്രൂഡ് ആണോ? ഏതായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് ഗീസ്. ഗാഗിലാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് ഡോങ്കീസ്. ഡോങ്കീസിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം?
മസ്റ്റർ, ഡ്രോവ്, ടീം, ആർമി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? ഡ്രോവ് ആണ്. എന്താണ് ഡ്രോവ്? എ ഡ്രോവ് ഓഫ് ഡോങ്കീസ്. ഈ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 18 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് ഈ പറയുന്ന ഭാഗം നല്ലോണം അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ താഴെയാണ് മാർക്ക് വാങ്ങിക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഈ ഭാഗം പഠിക്കുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്കും അതുപോലെ തന്നെ SSC, ബാങ്ക് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.